നമുക്കൊരു ഉണക്ക മീനും തക്കാളിയും കൂടെ കറി വെക്കാം കേട്ടോ. തക്കാളി ഞാനിതാ ഇവിടെ അരിഞ്ഞു വെച്ചു. പിന്നെ എന്താ തേങ്ങ ചിരണ്ടി വെച്ചു. അതിന് ശേഷം അതിന് വേണ്ട സാധനം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള. ചെറിയുള്ളിയാണ് നല്ലത്. എൻ്റെ അടുത്ത് ചെറിയുള്ളി ഇല്ല കേട്ടോ. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് കറി വെക്കാം. ഓക്കെ, ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി നമുക്കതിലേക്ക് ഇച്ചിരി മുഴുവൻ ഉലുവ ഇടാം കേട്ടോ. കടുകല്ല, ഉലുവ നല്ല കറുത്തു. ഇനി നമുക്കിതിലേക്ക് ഇതെല്ലാം കൂടെ സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇടാം കേട്ടോ. കറിവേപ്പില ഇട്ടു. അടുപ്പിലായതുകൊണ്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഏറെക്കുറെ അതിലേക്ക് ഞാൻ മല്ലിപ്പൊടി, ഒരു തുള്ളി മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾ പൊടി ഇത്ര ഇട്ടു കേട്ടോ. ഇനി അത് നമുക്ക് ഇളക്കാം. പച്ചമുളക് ഞാൻ ഇട്ടത് കൊണ്ട് മുളക് പൊടി കുറച്ചേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പച്ചമുളകിന് എരിവുണ്ടല്ലോ. ഓക്കെ, പിന്നെ നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇടാം. ഇതിൽ കിടന്ന് വെള്ളം ഒഴിക്കരുത്. ഇതിലേക്ക് ഇനി ഒരു തുള്ളി ഉപ്പിടേണ്ട വരും. എന്നാന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ അരച്ച് ഉണക്കമീൻ, കുറച്ച് ഉണക്കമീനെ ഞാൻ ചേർക്കുള്ളൂ. ചെറിയ ചുവയ്ക്കുള്ള മീനെ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഒത്തിരി ഉപ്പ് കാണില്ല. അപ്പോൾ ഇതിലേക്ക് ഒരു തുള്ളി ഉപ്പ് ഞാൻ ഇടും കേട്ടോ. നമ്മൾ തേങ്ങയും കൂടെ അരയ്ക്കുമ്പോൾ അതിൽ തികയത്തില്ല. ആ ഉപ്പ് ഉണക്കമീൻ്റെ ഉപ്പ് തികയത്തില്ല. എന്ന് വെച്ചാൽ ഉണക്ക മത്തിയാണ്. അപ്പോൾ അതിലത്ര ഉപ്പ് കാണിയല്ല. അപ്പോൾ ഇതിലേക്ക് തുള്ളി ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ച് വെക്കാം കേട്ടോ. ഇത്ര ഉപ്പ് ഇടുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ആക്കി കുറച്ച് നേരം അടച്ച് വെക്കാം കേട്ടോ. ആ ആവിയിലിരുന്ന തക്കാളി നല്ലോണം ഒന്ന് ഉടയട്ടെ. വെള്ളം ഒഴിക്കരുത്. ഇപ്പം ഇത് തക്കാളിയൊക്കെ ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ അടച്ച് വെച്ച് തക്കാളിയൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ കുറച്ച് പുളി കേട്ടോ. ഇതുണ്ടോ, ഒരു പുളി, ഒരു ചെറിയ പുളി മതി. നല്ല കനം കുറഞ്ഞ പുളി, നമുക്ക് പെട്ടെന്ന് പുളി ഇറങ്ങും. അതിനാ വെച്ചാൽ ഈ തക്കാളിയുടെ പുളി ഇവിടെ പോരാട്ടോ. ഇവിടെ ഇച്ചിരി പുളി വേണം. എന്നാ വെച്ചാൽ ഈ തേങ്ങ എല്ലാം കൂടെ ചേർക്കുമ്പോൾ തക്കാളിയുടെ പുളി ചേരത്തില്ല. അപ്പോൾ ഞാനിതിപ്പോൾ ഇതിലേക്ക് ഇടുകയാണ്. ഇനി ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ഉണക്കമീൻ, ഉണക്കമീൻ ഇടുകയാണ്. കുറച്ച് ചെറിയ ഉണക്കമീൻ്റെ ചുവ വരുള്ളൂ കേട്ടോ ഇതിന്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് തിളച്ച വെള്ളം. ഓക്കെ, തിളച്ച വെള്ളം ഇനി ചേർക്കാവൂ. ഇനി ഇതിട്ട് നല്ലോണം ഇതിനി ഇവിടെ കിടന്ന് നല്ല വേകട്ടെ. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം. തിളച്ച വെള്ളം ഇനി കുറച്ചുകൂടെ ചാറിന് ഒഴിക്കേണ്ടി വരും. അപ്പം നമുക്ക് തേങ്ങ ഇടുമ്പോൾ പാകത്തിനാക്കാം. ഇനി ഇതിവിടെ ഇരുന്ന് ആ ഉണക്കമീനും തക്കാളിയും ഉണക്കമീനും എല്ലാം കൂടെ മീനും എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് പുളിയൊക്കെ ഇറങ്ങി, പുളിയും കൂടെ ഒക്കെ എല്ലാം കൂടെ ഒന്ന് നല്ലോണം തിളക്കട്ടെ കേട്ടോ. നല്ല വെന്ത് വെള്ളമൊക്കെ പുളിയൊക്കെ ഇറങ്ങി കറക്റ്റ് പാകമായിട്ടോ. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കാം. അങ്ങനെ അരച്ച തേങ്ങ അത് തേങ്ങ ചേർത്തു. ഇനി ഇച്ചിരി വെള്ളം കൂടെ ചൂടുവെള്ളമാണ് ചേർത്തേക്കുന്നത്.
തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ചേർത്തേക്കുന്നത് കേട്ടോ. അതുപോലെ പച്ചവെള്ളം ഒഴിക്കരുത്. പച്ചവെള്ളം ഒഴിച്ചാൽ കുഴപ്പമില്ലായിരിക്കും. ഞാൻ തിളച്ച വെള്ളം ഒഴിക്കാറ്. നല്ലോണം ചൂടാകട്ടെ കേട്ടോ. ഇതാ കറി ഇതാ വെള്ളമൊക്കെ ചേർത്ത് പാകത്തിന് ചാറായിട്ടോ. ഇത്രയും ചാറ് മതി. നല്ല അടിപൊളി കറിയാട്ടോ. ഉപ്പൊക്കെ പാകത്തിനായി. നമുക്കിത് ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. വാങ്ങാറായി. ഇനി ഞാനിതിലേക്ക് 2 കറിവേപ്പിലയും കൂടി ഇടാം കേട്ടോ. 2 അല്ല, 2 പറയുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതാ കറി ഓക്കെ ആയി. അടിപൊളി കറിയാണ്. ചോറിനൊക്കെ കൂട്ടാൻ അടിപൊളിയാട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ഇടണം കേട്ടോ. നല്ല സൂപ്പർ കറിയാണ് കേട്ടോ. ഞാൻ ഈ ചെയ്ത പോലെ തന്നെ ചെയ്യണേ. അപ്പോൾ ഓക്കെ, എൻ്റെ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.